എല്ലാവർക്കും സായാഹ്ന ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ആ വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. ചില വ്യക്തികൾ നമ്മളെ വിട്ട് അകന്നു പോയാലും നാം ആഗ്രഹിക്കും അല്ലേ അവർ നമ്മളിലേക്ക് തിരിച്ചു വരാൻ. നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോഴായിരിക്കും ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക, മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അയാളോട് ഒരുപാട് സ്നേഹമുണ്ട്, അയാൾ നിങ്ങളുടെ കൂടെ വേണം ജീവിതകാലം മുഴുവൻ, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസും അതുപോലെ നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടും നിങ്ങളുടെ റിലേറ്റീവ്സ് അവരുടെ വാക്കുകളൊന്നും നിങ്ങൾക്ക് ധിക്കരിക്കാനൊന്നും പറ്റില്ല. അവരുമായി ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അവരെന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിലും വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അവരുടെ കാര്യം നോക്കിയപ്പോൾ ദ മജീഷ്യൻ എന്നൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇയാളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്ന ഒരു വാക്കും ഇയാൾ പാലിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അയാൾ പുതിയ പലതും തേടി അയാളുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങളുടെ പിന്നാലെയാണ്. നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് തരുന്ന വാക്കുകൾ പാലിക്കുന്നില്ല. നിങ്ങളെ ഒരുപാട് മാനിപ്പുലേഷൻ ഇയാൾ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നത്. അത് മാത്രമല്ല, ഇയാൾ ഒരു പ്ലേ ബോയ് ടൈപ്പായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഗേൾ ആയിരിക്കാം, ഒരു മേനായിരിക്കാം, അല്ലാതെ ഞാൻ ഒരു ജെൻഡർ ബേസ്ഡ് അല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോ ഒരു ചീറ്റിങ്ങിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തില്. പിന്നെ ഇയാൾക്ക് ഒരു കൃത്രിമമായ സ്നേഹമാണ് ഇയാൾ നിങ്ങൾക്ക് തരുന്നതെന്ന് ഇവിടെ കാണുന്നു. പിന്നെ ഒരു മിസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതും കാണാനുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വന്നത് 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഈ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ ഇയാൾ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. ഇയാൾ നിങ്ങളിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി വന്നാൽ തന്നെ ഇയാളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു 2-3 റിലേഷനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയില്ലേ, ആ ഒരു തരത്തിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് പ്രവർത്തിക്കുന്നത്. ഇയാൾ നിങ്ങളെ ഒരു ഭാഗത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാളെ കൂടെ അതേപോലെ തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ്. ചിലപ്പോൾ 2-ൽ കൂടുതൽ ഉണ്ടായിരിക്കാം. എന്തായാലും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് ഇയാളുടെ ഒരു മനസ്സിൽ. അങ്ങനെ ഒരു എനർജിയാണ് ഇയാളിൽ ഉള്ളത്. അപ്പൊ ഇയാള് കാത്തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഇത് നമുക്ക് യൂണിവേഴ്സ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ചിലർക്ക് മാത്രമേ റെസൊനേറ്റ് ആവുള്ളൂ, എല്ലാവരുടെ കാര്യത്തിലും ഇത് കറക്റ്റ് ആവണമെന്നില്ല.